السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد. ഹൃദയരോഗത്തിന് 5 മരുന്നുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതാണ് മനുഷ്യൻ്റെ ഹൃദയം. ഈ ഹൃദയം പലപ്പോഴും രോഗം ബാധിക്കലുണ്ട്. ഹൃദയത്തിൻ്റെ രോഗം 2 വിധത്തിലാണ്. ഒന്ന് ഭൗതികമായതും ഒന്ന് ആന്തരികമായതും. സാധാരണ ഹൃദയരോഗത്തിന് ഹോസ്പിറ്റലുകളിൽ മരുന്നുകൾ ലഭിക്കാറുണ്ട്. അത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ്. ആത്മീയമായി ചിലപ്പോൾ രോഗബാധിതയാകലുണ്ട് ഹൃദയം. അതിൻ്റെ മരുന്നുകൾ ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശരീരത്തിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയമാകുന്ന ഈ ഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു وإذا فسدت فسد الجسد كله ألا وهي القلب. ألا അറിയണം, ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ, തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണങ്ങാലും നന്നായാൽ ശരീരമാസകലം നന്നായി. വൈദാ ഫസദത്ത്, ആ മാംസകഷ്ണം മോശമായാൽ ഫസദൽ ജസദു കുല്ലുഹു, അവൻ്റെ ശരീരം എല്ലാം മോശമായി കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഹൃദയമാകുന്ന ഖൽബ് എന്ന് പറയുന്ന ആ സാധനം നന്നായാൽ മനുഷ്യൻ പാടെ നന്നായി. ആ ഖൽബ് നശിച്ചു പോയാൽ, ദുഷിച്ചു പോയാൽ, ബടക്കായി പോയാൽ അവൻ്റെ ശരീരമാസകലം ബടക്കായി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏതൊരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അല്ലാഹു തആല അവൻ്റെ ഹൃദയത്തെ സ്ഫുടമായ നിലക്ക്, ക്ലിയറായ നിലക്കാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ആ ഹൃദയം മോശമായി പോകുന്നത്. ആ ഹൃദയം മോശമാകുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്? മനുഷ്യൻ്റെ പ്രവൃത്തികൾ, വാക്കുകൾ, ഇതുകൊണ്ടെല്ലാം ഹൃദയത്തിന് കറ പിടിക്കുന്നു. ദോഷങ്ങളാകുന്ന കറകളെ കൊണ്ട് ഹൃദയം കറുത്തു പോവുകയാണ്. ഇങ്ങനെ കറുത്തുപോയ ഹൃദയത്തിന് പിന്നെ നല്ലതൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ആ ഹൃദയത്തിലേക്ക് നല്ലത് കടക്കുന്നില്ല. അങ്ങനെ ആ മനുഷ്യൻ്റെ ഹൃദയം മോശമായി പോയാൽ അതിനുള്ള മരുന്നായി മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ بتدبر المعنى وللبطن الخلا وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഒരു മനുഷ്യൻ്റെ ഹൃദയം നാശമായി പോയാൽ, അഥവാ ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് കറകൾ വന്നു പോയാൽ, എങ്ങനെയാണ് കറകൾ വരുന്നത്? ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഫിത്നയും ഫസാദും അസൂയയും അതുപോലെയുള്ള മോശമായ കാര്യങ്ങളെ കൊണ്ട് ഹൃദയം കറുത്തു പോകുന്നു, കറകൾ പിടിച്ചു പോകുന്നു.
ആ കറകളെ ശുദ്ധീകരിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗമാണ് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. വദവാഉ ഖൽബിൻ, മനുഷ്യന്റെ ഹൃദയത്തിന് സംഭവിച്ചതായ രോഗങ്ങൾക്കുള്ള മരുന്ന് ഖംസത്തുൻ, 5. ഒന്നാമത്തെ മരുന്ന് ഫതിലാവത്തുൻ, ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ നന്നായി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാകുന്നു, ക്ലിയറാകുന്നു, കറകൾ മാഞ്ഞു പോകുന്നു. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? ഇന്ന് പലരും ഖുർആൻ ഓതലുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കുന്നു. ഖുർആനിനോട് അപമര്യാദ കാണിച്ചുകൊണ്ടുള്ള ഓത്തല്ല. ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഒരു നിശ്ചിത സ്ഥലത്തെത്തി ഒരായത്ത് പൂർത്തീകരിച്ച് വഖഫ് ചെയ്ത് അതിൻ്റെ മര്യാദ പാലിച്ചതിൻ്റെ ശേഷമല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൻ്റെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കാൻ പാടില്ല. ഓതിയ ആയത്തെങ്കിലും പൂർത്തീകരിച്ച് ഖുർആനിനെ പൂട്ടിവെച്ച് ഖുർആനോത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടല്ലാതെ സംസാരത്തിലേക്ക് ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഖുർആൻ ഓതുന്നതിന് ചില മര്യാദകളും അദബുമുണ്ട്. ആ രൂപത്തിൽ നല്ല ഭക്തിയോടെ മര്യാദയോടുകൂടെ ഖുർആൻ ഓതുക. അതതിൻ്റെ അപ്പുറം വിശദീകരിക്കുന്നു. ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ, ഖുർആനിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. അർത്ഥം അറിയാവുന്ന ആളുകൾ ആ ഓരോ ആയത്തും ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മുഴുവനും ചിന്തിച്ച് ഖുർആൻ ഓതണം. അർത്ഥമറിയാത്ത ആളുകൾ ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, പരിശുദ്ധമായ ഖുർആനാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്, അതുകൊണ്ട് ഇതിന് ചില അദബുകളും മര്യാദകളും ഉണ്ടെന്നത് മനസ്സിലാക്കി ഖുർആൻ ഓതുമ്പോൾ ഇടയ്ക്ക് വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ആ ഖുർആനിൻ്റെ മര്യാദകൾ ശരിക്കും മനസ്സിലാക്കി ഓതുക. അർത്ഥമറിയാവുന്ന ആളുകൾ അർത്ഥം ചിന്തിച്ച് തന്നെ ഓതണം. അങ്ങനെ ഖുർആന് അർത്ഥം ചിന്തിച്ച് ഓതുമ്പോൾ അവൻ്റെ ഹൃദയം ശുദ്ധിയാകുന്നു, ഹൃദയത്തിന് ശുദ്ധിയുണ്ടാകുന്നു, ഹൃദയം ക്ലിയറാകുന്നു. രണ്ടാമത്തെ കാര്യം വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയായിരിക്കണം. വയറ് നിറച്ചും തിന്നാൻ പാടില്ല. വയറ് നിറച്ചും തിന്നുന്ന സമയത്ത് കൽബിൻ്റെ കറകൾ കൂടി വരികയാണ്. ആ കൂടിയ കറകൾ വയറ് നിറക്കുമ്പോൾ അത് ക്ലിയറാകുന്നില്ല. അപ്പം വയറ് നിറച്ചും തിന്നാൻ പാടില്ല. ഒരു മനുഷ്യന് തിന്നന് ആവശ്യമായതിൻ്റെ 1/3 ഭാഗം മാത്രമേ വയറ് നിറക്കാവൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. 1/3 ഭാഗം ഭക്ഷണം കഴിക്കുക, 1/3 ഭാഗം വെള്ളം കുടിക്കുക, 1/3 ഭാഗം വയറ് കാലിയായി വെക്കുക. അപ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ കൽബിൻ്റെ കറകൾ മായുകയില്ല, കൽബിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുകയില്ല. അപ്പോൾ കൽബിൻ്റെ രോഗങ്ങൾ സുഖപ്പെടാൻ ഭക്ഷണം കുറച്ചേ കഴിക്കുക. ഭക്ഷണം കഴിക്കൽ ആരോഗ്യപരമായിട്ടും ചില വിഷമങ്ങൾ സൃഷ്ടിക്കും, ആരോഗ്യപരമായിട്ടും ഹാർട്ടിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ അവന് ക്ഷീണമുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. അതുവഴി പല കാര്യങ്ങളും മുടങ്ങിപ്പോകും, ചെയ്യാൻ കഴിയാതെയായി പോകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തുകൾ ചെയ്യാൻ ആവേശമുണ്ടാവുകയില്ല. എപ്പോഴും വയറ് നിറച്ചും തിന്നുന്നതിനെ തൊട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത് വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയായിരിക്കണം. കാലിയായിരിക്കണമെന്ന് പറയുമ്പോൾ പട്ടിണി കിടക്കണമെന്നല്ല, വയറ് നിറച്ചും തിന്നാൻ പാടില്ല, മിതമായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കണം. മൂന്നാമതായിട്ട് പറയുന്നു വഖിയാമു ലൈലിൻ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം
അർദ്ധരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. ഈ നിസ്കരിക്കൽ കൊണ്ട് കൽബ് ശുദ്ധിയാകും, മോശമായ കൽബിൻ്റെ കറകളെ മായ്ക്കപ്പെടും. ഏതാണ് നിസ്കാരം? തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം. അത് ഇശാ കഴിഞ്ഞിട്ട് ഒരൽപ്പം ഉറങ്ങി എഴുന്നേറ്റാൽ തഹജ്ജുദിൻ്റെ സമയമായി. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങണമെന്നത് തഹജ്ജുദിൻ്റെ ഷർത്താണ്. അപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരം രാത്രി എഴുന്നേറ്റ് നിർവഹിക്കുക. അതും രാത്രിയുടെ ഒന്നാമത്തെ പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത്തെ പകുതിയിൽ അർദ്ധരാത്രിയിലാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ ഞമ്മ അത്താഴത്തിന് എണീക്കുന്നു, കുറച്ച് നേരത്തെ എണീച്ചാൽ ആ തഹജ്ജുദ് ഒരു 2 റക്അത്തെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്, കൂടിയത് എത്രയും ആവാം. എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം, സാധിക്കുന്നത്ര. എന്നാലും നല്ലത് കുറച്ച് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം നീട്ടി നിസ്കരിക്കലാണ്. ഓത്തെല്ലാം കുറേ ഓതിയിട്ട് വലിയ സൂറത്തെല്ലാം അറിയാമെങ്കിൽ വലിയ വലിയ സൂറത്തെല്ലാം ഓതിയിട്ട് നിസ്കരിക്കലാണ് നല്ലത്. ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ കുറേ റക്അത്തുകൾ നിസ്കരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം മൂന്നാമതായി പറഞ്ഞു വഖിയാമു ലൈലിൻ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഹൃദയത്തിന് ശുദ്ധിയുണ്ടാകും. ഹൃദയത്തിൻ്റെ കറകളുമായും ദോഷങ്ങളാകുന്ന കറകളെ കൊണ്ട് കറുത്തുപോയ ഹൃദയം ശുദ്ധിയാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു. നാലാമത്തേതായി പറയുന്നു വത്തളർഉ ബിസ്സഹർ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദുആ ചെയ്യുക. അത്താഴ സമയം ബിസ്സഹർ, അത്താഴ സമയത്തിൽ എഴുന്നേറ്റ് കൊണ്ട് ദുആ ചെയ്യുക, താഴ്മ കാണിക്കുക. അള്ളാഹുവിനോടുള്ള താഴ്മയോടെ ഭക്തിയോടെ വന്നുപോയതായ ദോഷങ്ങളെയെല്ലാം മനസ്സിലിരുത്തി പശ്ചാത്താപത്തോടുകൂടെ അള്ളാഹുവിലേക്ക് കൈനീട്ടി ദുആ ചെയ്യുക. ഈ ദുആ ചെയ്യൽ കൊണ്ട് അവൻ്റെ കൽബിൻ്റെ കറകൾ മായും, കൽബ് ശുദ്ധിയാകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒത്തുണങ്ങിയ സൗകര്യമുള്ള സമയമാണ്. ഈ സമയം നാം ഉപയോഗപ്പെടുത്തുക. ആ രാത്രിയിൽ അത്താഴ സമയത്തിരുന്ന് അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. കൽബ് ശുദ്ധിയാകാൻ വേണ്ടി, മനസ്സ് നന്നാകാൻ വേണ്ടി, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി, അതുപോലെ ആഫിയത്തും ആരോഗ്യവും നല്ല രൂപത്തിലുള്ള ദീർഘായുസ്സിന് വേണ്ടി, ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ വേണ്ടി, വിശിഷ്യ നമ്മളിപ്പോൾ പെട്ടതായ വൈറസ് കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഇങ്ങനെ ഏത് കാര്യവും അള്ളാഹുവിനോട് നല്ല രൂപത്തിലുള്ളതെല്ലാം നമുക്ക് ദുആ ചെയ്യാം. താഴ്മയോടുകൂടെ ഞാൻ അള്ളാഹുവിൻ്റെ ഒരടിമയാണ് എന്ന ചിന്തയോടുകൂടെ ദുആ ചെയ്യുക. ഇത് ഹൃദയത്തിൻ്റെ കറകളെ മായ്ക്കാൻ കാരണമാകുന്നതാണ് എന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി അഞ്ചാമത്തെ മരുന്ന് വമുജാലസത്തു സ്സാലിഹീനൽ ഫുദ്ദലാ, മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബങ്ങളായ സാദാത്തീങ്ങൾ, അതുപോലെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുമായി ഏറെ ബന്ധം പുലർത്തുക. ആലിമീങ്ങളെ സ്നേഹിക്കുക, ഇൽമിനെ സ്നേഹിക്കുക, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുക, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, നല്ല നല്ല ആളുകളെ സ്നേഹിക്കുക, പിരിസം വെക്കുക, അവരുമായി ജീവിതം നയിക്കുക, അവരോട് കൂടെ കൂടുക, അവരെ മജ്ലിസിൽ കൂടുക. ഇങ്ങനെ നല്ല ആളുകളുമായുള്ള കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടാവുക. ഇത് ഹൃദയത്തിൻ്റെ കറകളെ മായ്ക്കാൻ, കൽബിനെ ശുദ്ധിയാക്കാൻ, ദോഷം പൊറുക്കാനുള്ള കാരണമായി മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അപ്പം 5 കാര്യങ്ങളെ കൊണ്ട് കറുത്തുപോയതായ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതാണ് 5 കാര്യം? ഒന്നാമതായിട്ട് പറയുന്നു, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുക. രണ്ടാമത്, വയറ് നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത്, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക.
നാലാമതായി പറഞ്ഞു അത്താഴ സമയത്ത് വളരെ വിനയത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അഞ്ചാമതായി പറഞ്ഞു സ്വാലിഹീങ്ങളുമായുള്ള സുഹ്ബത്ത്, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം എന്നും നിലനിർത്തുക, നല്ലവരോടുകൂടെ കൂടുക. അപ്പോൾ ഹൃദയത്തിന് ശുദ്ധിയും തിളക്കവും ഉണ്ടാകുമെന്ന് ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധയോടെ നാം ചെയ്താൽ നാം വിജയിക്കും, രക്ഷപ്പെടും. അല്ലെങ്കിൽ ഖൽബ് ചത്തുപോയാൽ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഡ്രസ്സിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ അന്തസ്സിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ നിങ്ങളുടെ ശരീര പ്രകൃതിയിലേക്കോ അല്ല, മറിച്ച് എൻ്റെ നോട്ടം വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹുവിൻ്റെ നോട്ടം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്. മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമായതാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടവും ഉണ്ടാകും. മനുഷ്യൻ്റെ ഹൃദയം മോശമായി പോയാൽ അവന് തീരാ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. അള്ളാഹു അറിയിക്കുന്നു, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ശുദ്ധിയുള്ള അസൂയയില്ലാത്ത നഞ്ചില്ലാത്ത ഏതൊരു ഹൃദയത്തോടു കൂടെയാണോ എൻ്റെ അടുക്കൽ എത്തുന്നത് അവന് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്കറിയിച്ചു തന്നു. അപ്പം ഹൃദയശുദ്ധിയോടുകൂടെ മറ്റാരോടും ഫിത്നയും ഫസാദും അസൂയയും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, ഖൈർ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.